സാർ നമസ്കാരം. നമസ്കാരം. സാർ, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 80 വർഷം തികയുകയാണ് നാളെ. 80ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷം നാളെ നടക്കാൻ പോവുകയാണ്. രാജ്യത്ത് എല്ലാ ഭാഗങ്ങളിലും ഓരോ വീടുകളിൽ വരെ ഇപ്പോൾ ആഘോഷം, സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ ഓരോ പൗരനും ഓരോ വ്യക്തിയും ആഘോഷിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിലെല്ലാം നമ്മളുടെ ദേശീയ ഗീതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ദേശീയ ഗീതം എന്നറിയപ്പെടുന്ന നമ്മളുടെ വന്ദേ മാതരം വലിയ വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ദേശീയ ഗീതത്തിൻ്റെ നമ്മളുടെ സർക്കാർ, UDF സർക്കാർ നിലവിൽ വരുന്ന സമയത്ത് ദേശീയ ഗീതം മുഴുവനായിട്ട് ആചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അതിൻ്റെ 6 ചരണങ്ങളും ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന പരിപാടിയിൽ ഗവർണർ പങ്കെടുത്ത, അതായത് നമ്മളുടെ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്ത പരിപാടിയിൽ മുഴുവനായിട്ട് ബാൻഡ് വാദ്യത്തിൽ 2 ചരണങ്ങൾ മാത്രമേ ഉച്ചരിച്ചുള്ളൂ, ബാക്കിയുള്ള ചരണങ്ങൾ ഉച്ചരിച്ചില്ല. അതിനെതിരെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ആ വിവാദം കത്തി പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സാർ, ഈ വിവാദം എന്താണ് സാർ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ വന്ദേ മാതരം മുഴുവനായിട്ട് ചൊല്ലണമോ, 6 ചരണങ്ങളും ചൊല്ലണമോ, അതോ 2 ചരണങ്ങൾ ചൊല്ലിയാൽ മതിയോ? ഇത് ശരിക്കും പറഞ്ഞ രാജ്യത്തിൻ്റെ നിലവിൽ ഉള്ള ഭരണഘടനയിൽ ഇത് എഴുതിയിട്ടുണ്ടോ? ഇത് മുഴുവനായിട്ട് ചൊല്ലണമെന്നും അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് ചൊല്ലിയാലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അങ്ങനെ ഉണ്ടോ നമുക്ക് ശരിക്കും പറഞ്ഞു? അല്ല, ഭരണഘടനയിൽ എഴുതുകയല്ലല്ലോ പ്രശ്നം. ഭരണഘടന ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത്ര ചരണം ചൊല്ലണം, ഇത്ര വരി പറയണമെന്നും ഭരണഘടന പറയേണ്ട കാര്യമില്ല. ഒരു ബ്രോഡ് ഗൈഡ് ലൈൻസ് ഉണ്ട് ഭരണഘടന എന്ന് പറയുന്നത്. അതിനകത്ത് നിന്നേ പാനക്കത്തുള്ളൂ. അതിനകത്ത് നിന്നേ കോടതിക്കും നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഒക്കെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ കാലാകാലങ്ങളിൽ നിയമം പാസ്സാക്കുന്ന, രാജ്യത്തിന് വേണ്ടി, യൂണിയൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി നിയമം പാസ്സാക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. ലോക്സഭയും രാജ്യസഭയുമാണ്. നമ്മുടെ ലോക്സഭയും രാജ്യസഭയും ഏകകണ്ഠമായി പാസ്സാക്കിയ കാര്യമാണ് വന്ദേ മാതരം മുഴുവനായി ചൊല്ലണം എന്ന് പറഞ്ഞാൽ 6 ചരണങ്ങളും ചൊല്ലണം. അത് മാൻഡേറ്ററിയാണ്. ദേശീയ ഗാനം ചൊല്ലണം എന്നുള്ളത് മാൻഡേറ്ററി അല്ലേ? അപ്പോൾ ദേശീയ ഗാനം ചൊല്ലുന്നത് മാൻഡേറ്ററി ആയതുപോലെ തന്നെ ദേശീയ ഗീതം ചൊല്ലുന്നതും മാൻഡേറ്ററിയാണ് രതീഷ്. പിന്നെ ഇതിനകത്ത് വരാൻ പോകുന്നൊരു വിവാദം രതീഷ് സൂചിപ്പിച്ചതുപോലെ, നമുക്കിപ്പോൾ 80 വർഷമായി നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട്. 79 വർഷം ഉണ്ടാകാത്തൊരു വിവാദമാണ് ഈ 80ാമത്തെ വർഷം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇന്നിനിയും ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ അറിയാം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന സ്ഥിതി എന്താണ്. ഞങ്ങൾ പറയാനുള്ള കാര്യം, നാളെ രാവിലെയല്ലേ സ്വാതന്ത്ര്യ ദിനത്തിന് സല്യൂട്ട് സ്വീകരിക്കുന്ന ദിവസം? നാളെ രാവിലെയാണ്. ഈ സല്യൂട്ട് സ്വീകരിക്കുന്നത് ഓരോ മന്ത്രിമാരെ നിശ്ചയിച്ചു. മന്ത്രിമാർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും, മുതിർന്ന ആർക്ക് വേണമെങ്കിലും സല്യൂട്ട് സ്വീകരിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. ജനാധിപത്യം നിൽക്കുന്നത് കൊണ്ട് മന്ത്രിമാർ സ്വീകരിക്കുന്നു എന്ന് മാത്രം. പ്രസിഡന്റ് ഭരണമുള്ള സംസ്ഥാനത്താണെങ്കിലും മന്ത്രിമാരില്ലല്ലോ. അതനുസരിച്ചുള്ള യുക്തമായ തീരുമാനമെടുക്കാം. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ദേശീയ ഗീതം, അതായത് വന്ദേ മാതരം ആലപിക്കുന്നതിനെ അപമാനിച്ചാൽ 3 വർഷം തടവോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പിഴയോ, 3 വർഷം തടവും പിഴയും ഒന്നിച്ചോ തന്നെ വിധിക്കാൻ പറ്റും. 2 വർഷത്തിൽ കൂടുതൽ തടവ് വിധിക്കപ്പെട്ടാൽ നമ്മുടെ അസംബ്ലിയിലോ പാർലമെൻറ്റിലോ ഇരിക്കാൻ പറ്റത്തില്ല. ഇല്ലല്ലോ, തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ ലോക്സഭ അവസാനിച്ചില്ലേ? അവിടെ ഇവരെല്ലാവരും, അതായത് ലീഗിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും BJPക്കാരെല്ലാം ഒരുപോലെ എണീറ്റ് നിന്ന് നിശബ്ദമായിട്ട് വന്ദേ മാതരം ആലപിച്ചപ്പോൾ നിശബ്ദമായിട്ട് നിന്നല്ലോ. രാഹുൽ ഗാന്ധി നിന്നില്ലയോ? പ്രിയങ്ക ഗാന്ധി നിന്നില്ലയോ? ശശി തരൂർ നിന്നില്ലയോ? നരേന്ദ്രമോദി നിന്നവരെല്ലാം നിന്നു. ഇതങ്ങ് ആലപിക്കുന്നത് ഇവർ തടഞ്ഞാലെങ്കിൽ ഇവർക്ക് വാക്കൗട്ട് ചെയ്താൽ പോരായിരുന്നു. എന്താ രാഹുൽ ഗാന്ധി വാക്കൗട്ട് ചെയ്യാഞ്ഞത്? വാക്കൗട്ട് ചെയ്താൽ തടവും ശിക്ഷയും കിട്ടും. തന്നെയല്ല, പിന്നെ വാക്കൗട്ട് ചെയ്ത് ഇന്ത്യയിലോട്ടല്ലേ ഇറങ്ങുന്നത്, ജനം കൈകാര്യം ചെയ്യുവരെയൊക്കെ. അതുകൊണ്ടാണ് വാക്കൗട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പാർലമെൻറ്റിനകത്തൊരു നിയമവും പാർലമെൻറ്റിന് പുറത്തൊരു നിയമവും പറ്റുമോ? അപ്പം വന്ദേ മാതരം നാളെ ആലപിക്കുമ്പോൾ ഈ നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ആലപിക്കുമ്പോൾ അത് മാൻഡേറ്ററി നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. ബഹുമാനിച്ചില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കില്ല. ആയിക്കോട്ടെ. ഈ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇത് ആലപിച്ചാൽ ഇത് വലിയൊരു വർഗീയതയാണ്. അതുമാത്രമല്ല, സംഘപരിവാറിന് കീഴടങ്ങി, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സംഘപരിവാറിന് കീഴടങ്ങിയാണ് എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. എന്താണ് ഈ ഗോവിന്ദ മാഷ് പറഞ്ഞതിൻ്റെ അഭിപ്രായത്തിൽ? ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. കാരണം ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഇത്രയും വിട്ടിയായൊരു പാർട്ടി സെക്രട്ടറി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സെക്രട്ടറിമാരായിരുന്ന ആരൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കണം ഒരു കാലഘട്ടത്തിൽ. ഇതിന് അപജയം വന്നതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല.
ഗോവിന്ദ മാസ്റ്റർ ഇത് മാത്രമല്ലല്ലോ പറഞ്ഞത്. പി കെ ശ്യാമളയെ പിന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് അദ്ദേഹമല്ലേ? എൻ്റെ ഭാര്യ പി കെ ശ്യാമളയ്ക്ക് വോട്ട് കൊടുത്തില്ലെങ്കിൽ നിന്നെയൊക്കെ റെഡിയാക്കി കളയുമെന്ന് പറഞ്ഞാരാണ്? അതും ഗോവിന്ദ മാസ്റ്ററല്ലേ? അപ്പോൾ ഗോവിന്ദ മാസ്റ്റർ ഒരു കോമൺ പീസാണ്. അദ്ദേഹം പറയുന്നതിനകത്ത് ഒരു ഗൗരവവും ഇല്ല. പാർട്ടിക്കാർ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ ആ ഗൗരവമല്ല ഇത്. ഒരു ഒന്നില്ലെങ്കിലും ദേശീയ ഗീതത്തെക്കുറിച്ചിട്ടുള്ള ഒരു വലിയ വിവാദമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് മിണ്ടാതിരിക്കുക. അത് അറിയാത്ത വായു വെച്ചുകൊണ്ട് വെറുതെ ദേശീയ ഗീതം ചൊല്ലുന്നത് ഒരു വർഗീയതയാണ്. അത് ചൊല്ലുന്നവരെല്ലാം വർഗീയതയിൽപ്പെട്ടവരാണ്, അവരെല്ലാം സംഘപരിവാറിന് കീഴടങ്ങിയവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതാ പറഞ്ഞത്, കോമൺ സെൻസ് ഇല്ല വന്നാൽ ചില കസേരകളിൽ ഇരിക്കുന്നവർക്ക് അജ്ഞത അനുഗ്രഹമായിട്ട് വരും. എന്ത് വിട്ടിത്തവും വിളിച്ച് പറയും. കേരളയിൽ വന്നപ്പോൾ എന്തോ പറഞ്ഞത്, അപ്പം വിൽക്കാൻ കൊള്ളാമെന്ന്. കേരളയിലെ പോയി അപ്പം വിറ്റിച്ച് ഉടനെ തിരിച്ചു പോരാം. ലോകത്ത് സെൻസ് ഉള്ളവൻ ആരെങ്കിലും പറയുമോ? കേരളയിൽ എന്തെങ്കിലും വാങ്ങിക്കോട്ടെ, അതിവേഗം സഞ്ചരിക്കേണ്ട, വലിയ ഫീസ് കൊടുത്ത് അല്ലെങ്കിൽ വലിയ ചാർജ് കൊടുത്ത് സഞ്ചരിക്കേണ്ട ആധുനിക ട്രെയിൻ സംവിധാനമാണല്ലോ അന്നത്തെ ഗവൺമെൻറ് വിഷ്വലൈസ് ചെയ്തത്. അത് അപ്പം വിൽക്കാനല്ല, അതിവേഗം ആളുകൾക്ക് സഞ്ചരിക്കാനാണ്. ഗോവിന്ദ മാസ്റ്റർ കണ്ട അപ്പം വിൽക്കാനാണ്. അങ്ങനെയല്ലേ അദ്ദേഹത്തിന് പിന്നെ പേരുമൊക്കെ വീണത്. ഞാൻ അതൊന്നും പറയുന്നില്ല. അപ്പം ഗോവിന്ദ മാസ്റ്റർ പറയുന്നതിനകത്ത് എന്ത് സീരിയസ്നെസ്സാണ് ഉള്ളത്? പാർട്ടിക്കാർ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, ജനം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതൊരു അദ്ദേഹം ഒരു വിട്ടുവേഷം കിട്ടി എന്തൊക്കെയോ വിട്ടിത്തം പറയുന്നു. അദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചർച്ച ചെയ്തിട്ടേ കാര്യമില്ല. ചർച്ച അർഹിക്കുന്നൊരു കാര്യമല്ലല്ലോ അത്. ചുമ്മാ സതീശനെതിരെ കിട്ടിയൊരു വടിയെടുത്ത് തലങ്ങും വിലങ്ങും അടിക്കുക, അവസാനം വടി തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ ഇതെല്ലാം കൊള്ളുന്നത്. ഇതാണ് സ്ഥിതി. സർ, ദേശീയഗീതം നാളെ ആലപിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുഴുവനായിട്ട് ആലപിച്ചില്ല, 2 ചരണങ്ങളെ ആലപിച്ചെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? 2 ചരണമേ ആലപിക്കുന്നു ആരാ പറയുന്നത്? ഈ സ്വാതന്ത്ര്യദിന അല്ല, വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വി ഡി സതീശൻ ഇത് മുഴുവനായിട്ട് ആലപിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ചീഫ് സെക്രട്ടറി ഒരു ലെറ്റർ തന്നു, ആ ലെറ്ററിൽ ഇങ്ങനെ ആലപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആലപിക്കാൻ പോവോ ഇല്ല എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ചെയ്യൂ. 6 ചരണങ്ങളും മിനിമം 2 ചരണമെങ്കിലും ഞങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം എന്നാണ് വി ഡി സതീശൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. എന്ന് വി ഡി സതീശൻ പറഞ്ഞില്ല. ഞാൻ പിന്നെ പ്രസ് മീറ്റ് കണ്ടതാണ്. വി ഡി സതീശൻ പറഞ്ഞ് നാളത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം നിങ്ങൾ കാണുക, എന്താണ് ഈ കാര്യത്തിൽ തീരുമാനമെന്ന് അറിയാമെന്ന്. വി ഡി സതീശൻ എന്ത് കാര്യമാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ? അതറിയത്തില്ലേ? സ്വാതന്ത്ര്യ ദിനാഘോഷം അതാത് ജില്ലകളിൽ സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയല്ല, ബന്ധപ്പെട്ട ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ ആരുടെ നിയന്ത്രണത്തിലാണ്? ചീഫ് സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലാണ്. ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IAS ഓഫീസർ. ഇത് തുടക്കക്കാർക്ക് കൊടുക്കുന്ന സ്ഥലമാണ് ഈ ജില്ലാ കളക്ടറൊക്കെ. ജില്ലാ കളക്ടർക്ക് ഉത്തരവ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനൊന്നും ഒരു അവകാശമില്ല. സതീശൻ പറയുന്നതനുസരിച്ചാണോ പിന്നെ ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒക്കെ ആലപിക്കുന്നത്? അതൊന്നും പറയാൻ സതീശന് ഒരു അവകാശമില്ല. അത് ഉത്തരവ് കൊടുക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവ് കൊടുക്കും. അവർക്ക് IASൽ തുടരണമെങ്കിൽ, ജില്ലാ കളക്ടറായി ഇരിക്കണമെങ്കിൽ, ജയിലിൽ കിടക്കണ്ടായെങ്കിൽ ഈ പിന്നെ ദേശീയ ഗീതം ആലപിച്ചേ മതിയാകൂ. ആലപിക്കും. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്നോടാണ് ചോദിച്ചത്. മുസ്ലിം ലീഗിൻ്റെ നേതാവിനോട് ചോദിച്ച ചോദ്യം ഇതാണ്: അങ്ങ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കണം എന്നാണ് പറയുന്നത്, അത് അല്ലെങ്കിൽ 6 ചരണങ്ങളും ആലപിച്ച് പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയില്ല, ഗവൺമെൻറ്റിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്തൊരു ലെറ്റർ വന്നിട്ടുണ്ടെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. എന്താണ് ഈ ലീഗിൻ്റെ അഭിപ്രായത്തിനെക്കുറിച്ച് കാണുന്നത്? ലീഗിൻ്റെ അഭിപ്രായത്തിനെ പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കൊന്നും പറയാനൊക്കത്തില്ല. ലീഗിനെ പണ്ടായിരുന്നു പാണക്കാട് തങ്ങൾക്ക് അഭിപ്രായം പറയായിരുന്നു. ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ വളരെ ദുർബലനാണ്. KM ഷാജിക്ക് ഒരു അഭിപ്രായം, ഷംസുദ്ദീൻ വേറെ അഭിപ്രായം, കുഞ്ഞാലിക്കുട്ടിക്ക് വേറെ അഭിപ്രായം, പാണക്കാട് തങ്ങൾക്ക് വേറെ അഭിപ്രായം. ഇതാ കുറേ കാലമായിട്ട് ഇപ്പോൾ ലീഗ് നിൽക്കുന്നത്. അതൊരു ഡിസിൻറ്റിഗ്രേഷൻ്റെ വക്കിലാണ്. നമ്മളിതൊന്നും അറിയുന്നില്ല എന്നുള്ള അധികാരത്തിൽ വന്നതുകൊണ്ടാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോടെ വന്ദേ മാതരം ആലപിക്കുന്ന കാര്യമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വന്ദേ ഭാരതത്തിനെ കുറിച്ചാണ്. ഈ വന്ദേ മാതരവും വന്ദേ ഭാരതവും ട്രെയിനും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് ഇത് തന്നെയാണ് പറ്റിയിരിക്കുന്നത്. ഞാൻ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ, വി ഡി സതീശൻ ആരാണ്, വി ഡി സവർക്കർ ആരാണെന്ന് അറിയാൻ പാടില്ല എങ്കിൽ പപ്പുവിനതറിയത്തില്ല. ഇദ്ദേഹം MCOMകാരനാണ്, MCOM LLBക്കാരനാണ്. അപ്പം അതുകൊണ്ട് പപ്പു എന്തെല്ലാം വിട്ടിത്തം പറയും. ഇതൊന്നും കേട്ടോണ്ട് ഈ വിദ്യാഭ്യാസ മന്ത്രി ഇത് പറയരുതെന്ന് പറഞ്ഞാൽ തൊട്ട് പുറകെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വന്ദേ മാതരം എന്താണ്, വന്ദേ ഭാരത് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കമൻറ്റിന് എന്താണ് അർത്ഥം? ഇതെന്താണ് ഈ നിയമം അനുസരിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തനിക്ക് ആ കസേരയിൽ ഇരിക്കാനൊക്കുമോ? തനിക്ക് അവിടെ നിന്ന് ആ നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ആലോചിക്കുന്നില്ല. അപ്പോൾ രതീഷ് ഇതിനകത്ത് വളരെ ക്ലിയറാണ്. വന്ദേ മാതരം ഗാനം ആലപിച്ചില്ലെങ്കിൽ, അതായത് ദേശീയ ഗീതം ആലപിച്ചില്ല എങ്കിൽ അതിനോട് അനാദരവ് കാണിച്ചാൽ 3 വർഷത്തെ തടവും പിഴയുമാണ് പാർലമെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിപ്പോൾ കൊണ്ടുവന്ന നിയമമല്ലേ? അതിപ്പോൾ കൊണ്ടുവന്ന നിയമമാണ്. അപ്പോൾ അതിനനുസരിച്ചല്ലേ പറ്റൂ.
അതുകൊണ്ട് ഇത്രയും കാലം ഇല്ലാത്ത നിയമം പെട്ടെന്ന് ഇത് കൊണ്ടുവരാനുണ്ടായത് അല്ല, വന്ദേ മാതരം നേരത്തെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിയമം കൊണ്ടുവന്നത് ഇത് ആരംഭിച്ചില്ലെങ്കിൽ 6 ചരണങ്ങളും പറഞ്ഞിട്ടില്ലെങ്കിൽ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രശ്നം വന്നു. സ്വാഭാവികമായിട്ട് മുമ്പ് 2 ചരണങ്ങൾ അല്ലെങ്കിൽ 2 ചരണങ്ങളോട് ബാൻഡവാദ്യത്തോടു കൂടി നിൽക്കുന്ന ഈ സംഭവം എന്തുകൊണ്ടാണ് ഇപ്പോൾ 6 ചരണങ്ങളും ചൊല്ലണം എന്ന് കേന്ദ്രം ഇത്രയും നിർബന്ധപൂർവ്വം പറയാൻ കാരണം എന്തായിരുന്നു? അത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ തീരുമാനമാണ്. അത് ആ പാർട്ടിയുടെ തീരുമാനമാണ്. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് സംഘപരിവാറിന് കീഴടങ്ങിയോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ 2014 വരെ ജമ്മു ആൻഡ് കാശ്മീർ പ്രത്യേക പരിഗണനകളുള്ള ഒരു സംസ്ഥാനമായിരുന്നു. അവിടെ അരിക്ക് വിലക്കുറവ്, തുണിക്ക് വിലക്കുറവ്, ഇതെല്ലാം വില കുറച്ചാണ് കൊടുക്കുന്നത്. എന്താണെന്നറിയാം, നമ്മുടെ ചിലവിലാണ്, സബ്സിഡൈസ് റേറ്റിനാണ് ഇവരെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നത്. 50,000 പേരെയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ ഭീകരന്മാരവിടെ വധിച്ചത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത്. എന്നിട്ടും കാശ്മീരിനെ പ്രത്യേക പ്രവിശ്യയായിട്ട് നിർത്തിയിരിക്കുക. അതേ തൊടാനൊക്കത്തില്ല. കാശ്മീരെ തൊട്ട ഉടനെ മതേതരത്വം പോവും. അതാണ് പ്രശ്നം. കാശ്മീരെ തൊട്ട ഇന്ത്യയിലെ മതേതരത്വം പോവും. ഈ പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറും, ലോകരാജ്യങ്ങളെല്ലാം കൂടി ഇന്ത്യ വളയും. കാശ്മീരിനെ തൊട്ടാൽ അതോടുകൂടി തീർന്നു പോകുമെന്ന് പറഞ്ഞു. 370 വകുപ്പ് എടുത്ത് കളഞ്ഞിട്ട് എത്ര കാലമായി? എന്തോ ചെയ്തു? എന്തുകൊണ്ട് 370 വകുപ്പ് എടുത്ത് കളഞ്ഞു? 370 വകുപ്പ് എടുത്ത് കളയാൻ ആർജവമുള്ള, അവിടുത്തെ ഭീകരന്മാരെ അടിച്ചമർത്താൻ ശക്തിയുള്ളൊരു പ്രധാനമന്ത്രി, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടല്ലേ എന്താ കോൺഗ്രസ്സുകാർ ചെയ്യാഞ്ഞത്? അപ്പം അതിനർത്ഥം ജമ്മു കാശ്മീരിന് കൊടുത്തിരുന്ന പ്രത്യേക പദവി നിർത്തലാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റിന് വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കാൻ നിർദ്ദേശം കൊടുക്കാൻ തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ട്. രതീഷ് ചോദിച്ച ചോദ്യം കറക്റ്റാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി നമ്മൾ അറിയുന്നത് ആ ഗവൺമെൻറ്റിനെ നയിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇച്ഛാശക്തി ആ ഗവൺമെൻറ്റിൽ വരുന്നത്. നമ്മുടെ പാർട്ടി പൊളിറ്റിക്സ് ആണ് ഇവിടെ ഉള്ളത്. പാർട്ടിയല്ലേ രാജ്യം ഭരിക്കുന്നത്. ഗവൺമെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വേറെ ആകുമെങ്കിലും പാർട്ടിയുടെ നയങ്ങളും തീരുമാനങ്ങളും ആണല്ലോ നമ്മൾ വോട്ട് കൊടുക്കുന്ന ആർക്കാണ്? പ്രകടന പത്രിക അനുസരിച്ച്. ആർക്കാ പ്രകടന പത്രിക അനുസരിച്ച് വോട്ട് ചെയ്യുന്നത്? ആ പ്രകടന പത്രിക വയ്ക്കുന്ന പാർട്ടിക്ക്. പ്രകടന പത്രികയിലെ BJP വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നതാണ് 370 വകുപ്പ് റദ്ദാക്കുന്നത്. അല്ല ഒരു ദിവസം രാത്രി തീരുമാനം എടുത്തൊന്നുമല്ല. അത് പറഞ്ഞനുസരിച്ച് ആ പ്രകടന പത്രിക അനുസരിച്ച് തന്നെയാണ് ജനം വോട്ട് ചെയ്തത്. അങ്ങനെയാണല്ലോ അവർ അധികാരത്തിലെത്തിയത്. അപ്പോൾ ജനങ്ങൾക്ക് അവർ കൊടുത്ത വാഗ്ദാനമാണ് നിറവേറ്റത്. അത് നടത്താൻ പറ്റത്തില്ലെന്ന് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഇവർക്ക് പറയാനുള്ള അവകാശം എന്താ? ഗോവിന്ദൻ്റെ അവകാശം. CPM പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം കൊടുത്തു, അത് നടപ്പിലാക്കാൻ പറ്റത്തില്ലെന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് പറയാൻ. അല്ല, CPM ആണ് ഇപ്പോൾ ഭരിക്കുന്നതെങ്കിൽ CPM അത് ചൊല്ലാതിരിക്കുമോ? CPM ഭരിച്ചില്ല, ചൊല്ലാതിരിക്കുന്നു. ആദ്യം അവർ ഈ 6 സ്റ്റാൻസായും കഴിഞ്ഞ് ഇനിയും വല്ലതും ഭരിക്കണ്ടേ, കൊണ്ടുപോകാൻ ചാട്ടാന്ന് പറയും. അവർ ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലം ഭരിച്ചില്ലേ? കേന്ദ്രത്തിനെതിരെ കമാന്നൊരു അക്ഷരം പറയാൻ പറ്റിയിട്ടില്ല. കേന്ദ്രം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചെയ്തില്ലേ? ഇരിക്കടാന്ന് പറഞ്ഞാൽ മുട്ടുകാലയിൽ ഇരുന്നില്ലേ? എന്നിട്ടാണ് ഇപ്പോൾ വലിയ വീരവാദം പറയുന്നത്. ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല, അല്ല വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിരിച്ചു വിട്ടാൽ ശരിക്കും ചില അന്വേഷണം നടത്തിയ പലരും ജയിലിലോട്ട് പോകും. അതുകൊണ്ട് മോദിയുടെയും അമിത്ഷായുടെയും മെഴ്സിയിലല്ലേ 10 വർഷം ഭരിച്ചത്? അല്ലെന്ന് പറയുന്നത് പറയൂ. 5 വർഷം ഭരിച്ച അങ്ങനെ, 10 വർഷം ഭരിച്ച അങ്ങനെയല്ലേ? അപ്പോൾ ഇപ്പോൾ വന്ന് പ്രതിപക്ഷത്തിരുന്ന് വീരസ്യം പറയുന്നു. എന്താ ഇവരാരും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരായിട്ട് ഈ സതീശനെ ചീത്ത വിളിക്കുന്ന പോലെ വിളിക്കാത്തത്? പേരെടുത്ത് പറഞ്ഞവരെല്ലാം വിമർശിക്കുന്നുണ്ടോ? ഒന്നും വിമർശിക്കില്ല. സതീഷിനെ ഞാൻ ആ ഇതിലേക്ക് പോകുന്നില്ല. വന്ദേ മാതരത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിക്കും. എന്നാലും ഇത് അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, സതീഷിന് കിട്ടിയ ഏറ്റവും വലിയൊരു ലക്കെന്ന് പറയുന്നത് പിണറായി വിജയൻ ജയിച്ചു വന്ന് പ്രതിപക്ഷ നേതാവായതാണ്. കാരണം അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളും കഴിഞ്ഞ 10 ആണ്ട് നടന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഓരോ തെറ്റുകളും. അതുകൊണ്ട് പിണറായി ഇത് കേട്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ എടുത്തു പറയാൻ ഒന്നും മറുപടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ VD സതീഷിന് പിണറായി ജയിച്ചതും അവിടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ലോട്ടറിയാണ്. VD സതീഷിൻ്റെ ഒരു ലോട്ടറിയാണ്. അതവിടെ ഇരിക്കട്ടെ, ആ വിഷയം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ ഒന്നും കൂടി ചോദിച്ചുകൊണ്ട് അവസാനിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ വന്ദേ മാതരം ആലപിക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. VD സതീശ് 2 ലോട്ടറി ഇട്ടിട്ടുണ്ട്. ഒന്ന് പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ ഇരിക്കുന്നത്, 2 CPM-നെ ഗോവിന്ദ മാസ്റ്റർ നയിക്കുന്നത്. ഇതിനെക്കാട്ടി മഹാഭാഗ്യം എന്ത് കിട്ടാനാണ്? അപ്പോൾ ഒന്നും ചെയ്യാനില്ല. നാളെ നിയമാനുസൃതമാണെങ്കിൽ അത് ആലപിച്ച് പറ്റൂ. എണീറ്റ് നിന്ന് പാർലമെൻറ്റിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് അവിടെ പിന്നെ എണീറ്റ് MPമാർക്ക് എണീറ്റ് നിൽക്കാമെങ്കിൽ തിരുവനന്തപുരത്ത് എണീറ്റ് നിൽക്കാൻ പറ്റില്ലേ? അതൊരു വിട്ടിത്തായി പറയുന്നത്. എണീറ്റ് നിന്നിരിക്കും. എന്തായാലും നിയമം നടപ്പിലാക്കിയിരിക്കും. ഒരു കാര്യം ആശങ്കയുടെയും കാര്യമില്ല. നാളെ വന്ദേ മാതരം 6 ചരണവും പാടും. ഇവർ ഒന്നിച്ച് നിൽക്കും, ആദരിച്ചില്ലേ ഈ ഗവൺമെൻറ് കാണും. എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനം ചൊല്ലുന്ന പോലെ തന്നെ ദേശീയ ഗീതവും ചൊല്ലട്ടെ. അത് ചൊല്ലുന്നത് ഓരോ വരുന്ന തലമുറകൾക്ക് അതൊരു പാഠമാവട്ടെ. വരുന്ന തലമുറകൾ ഇത് കണ്ട് വലിയൊരു പ്രബുദ്ധരാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.